അപ്പോ ഇന്ന് നമ്മൾ പാദ്രെ പിയോ എന്ന പുരോഹിതനുമായി ബന്ധപ്പെട്ട ചില അത്ഭുത രോഗശാന്തികളെക്കുറിച്ചുള്ള രേഖകളാണൊന്ന് വിശദമായി നോക്കുന്നത്. അതെ, നമ്മുടെ മുന്നിലുള്ളത് പലയിടത്തു നിന്നായി എടുത്ത കുറച്ചു കുറിപ്പുകളാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകത്തിൽ നിന്നുള്ളതാവാം. ഒറ്റനോട്ടത്തിൽ ഇതൊക്കെ സാധാരണ അത്ഭുത കഥകൾ പോലെ തോന്നാം. ശരിയാണ്. പക്ഷെ ഇതിനകത്ത് എന്താ പറയാ, വിശ്വാസം, വൈദ്യശാസ്ത്രം, പിന്നെ മനുഷ്യന്റെ അനുഭവം, ഇവയെക്കുറിച്ചൊക്കെ ചില കൗതുകകരമായ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതെ, ആ ചോദ്യമാണ് ഏറ്റവും പ്രധാനം. കാരണം ഈ കുറിപ്പുകളിൽ പലതരം തെളിവുകൾ നിരത്തുന്നുണ്ട്. അതായത് ചിലത് ഡോക്ടർമാർ കൈയൊഴിഞ്ഞ കേസുകളാണ്, മറ്റു ചിലത് ഡോക്ടർമാരുടെ സഹായത്തോടെ തന്നെ നടന്ന അത്ഭുതങ്ങൾ. ഓ ശരി. വേറെ ചിലത് ആളുകൾക്ക് ഒറ്റയ്ക്ക് അനുഭവപ്പെട്ട ദർശനങ്ങൾ. ഇവയോരോന്നും യാഥാർത്ഥ്യത്തെ സമീപിക്കുന്നത് അത് പല രീതിയിലാണ്. നമുക്ക് ആദ്യത്തെ വിഭാഗത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? പാദ്രെ പിയോ നേരിട്ടിടപെട്ട് നടത്തിയെന്ന് പറയുന്ന രോഗശാന്തികൾ. ജെമ്മ ടി ജോർജിയുടെ കഥയാണല്ലേ? അതെ, ആ കുട്ടിയുടെ ജന്മനാ കണ്ണിൽ കൃഷ്ണമണികളില്ലാതെ അന്ധയായി ജനിച്ച ഒരു കുട്ടി. ഡോക്ടർമാരൊക്കെ കൈവിട്ട കേസ്. അതെ, പക്ഷെ അവളുടെ മുത്തശ്ശി തോൽക്കാൻ തയ്യാറായിരുന്നില്ല. ആ കുട്ടിയെയും കൊണ്ട് അവർ പാദ്രെ പിയോയിലെ അടുത്തേക്ക് സാൻ ജിയോവാനി റൊട്ടോണ്ടോയിലേക്ക് ഒരു വലിയ യാത്ര തന്നെ നടത്തി. എന്നിട്ട് അവിടെ പള്ളിയിൽ കുർബാന നടക്കുമ്പോൾ പെട്ടെന്ന് പാദ്രെ പിയോയുടെ ശബ്ദമുയർന്നു, ജെമ്മ ഇങ്ങോട്ട് വരൂ. മുത്തശ്ശി കുട്ടിയുമായി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹം അവളുടെ കണ്ണുകളിൽ തലോടി. അതിനുശേഷം ആ കുട്ടിക്ക് കാഴ്ച കിട്ടിയെന്നാണ് ഈ രേഖയിൽ പറയുന്നത്. പക്ഷെ അതിലെ ഏറ്റവും അവിശ്വസനീയമായ ഭാഗം അതല്ല. അതെ, അതാണ് എന്നെയും പിടിച്ചിരുത്തിയത്. കാഴ്ച കിട്ടി, ശരി. പക്ഷെ അതിനുശേഷം ഡോക്ടർമാർ പരിശോധിച്ചപ്പോഴും അവളുടെ കണ്ണുകളിൽ കൃഷ്ണമണികൾ ഉണ്ടായിരുന്നില്ലെന്നോ? അതെ, കൃഷ്ണമണികൾ ഇല്ലാതെ കാഴ്ചയോ? അതാണ് ഈ കഥയുടെ കാതൽ. ഡോക്ടർമാർക്ക് ഇതിനൊരു വിശദീകരണവും കൊടുക്കാൻ പറ്റിയില്ല എന്ന് ഈ കുറിപ്പുകൾ അടിവരയിട്ട് പറയുന്നുണ്ട്. അപ്പോ ശാസ്ത്രത്തിനവിടെ സ്ഥാനമില്ല? ഇല്ല. ഭൗതിക ശാസ്ത്രത്തിന്റെ നിയമങ്ങൾക്കപ്പുറത്താണ് ഈ സംഭവമെന്ന് സ്ഥാപിക്കാൻ കൃഷ്ണമണികളില്ലാത്ത കാഴ്ച എന്ന ആശയം സഹായിക്കുന്നു. ഇത് വെറുമൊരു രോഗശാന്തിയല്ല, ഇതൊരു അസാധ്യമായ രോഗശാന്തിയാണെന്ന് പറയുകയാണ് ഈ വിവരണം. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഇതേപോലെയുള്ള ഗ്രാസിയ സിയനയുടെ കഥയിൽ ഒരു വൈരുദ്ധ്യം പോലെ തോന്നുന്നുണ്ടല്ലോ. അടുത്ത കേസ്. അവളും ജന്മന അന്ധയായിരുന്നു. ശസ്ത്രക്രിയ അപകടമാണെന്ന് പറഞ്ഞ് ഡോക്ടർമാർ ഒഴിവാക്കിയതാണ്. പക്ഷേ പാദ്രെ പിയോ അവളോട് പറഞ്ഞത് നേരെ തിരിച്ചാണ്. അതെ, പോയി സർജറി ചെയ്യൂ എന്ന്. അവിടെയാണ് ഈ വിവരണങ്ങളുടെ ഒരു പ്രത്യേകത. ഗ്രാസിയയുടെ മാതാപിതാക്കൾ ആദ്യം എതിർത്തു. കാരണം ഡോക്ടർമാർ വേണ്ടെന്ന് പറഞ്ഞതല്ലേ? ശരിയാണ്. അവസാനം ഒരു സർജൻ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. ഓപ്പറേഷന് മുൻപ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു അത്ഭുതം സംഭവിച്ചാൽ മാത്രമേ ഇവൾക്ക് കാഴ്ച കിട്ടൂ. എന്നിട്ടോ ആ അത്ഭുതം സംഭവിച്ചു. ഓപ്പറേഷൻ വിജയിച്ചു, അവൾക്ക് കാഴ്ച കിട്ടി. അപ്പോൾ എനിക്കൊരു സംശയം. ജെമ്മയുടെ കാര്യത്തിൽ ഡോക്ടർമാരെ മറന്നേക്കൂ, ഇത് ദൈവത്തിന്റെ മാത്രം ഇടപെടലാണെന്ന് പറയുന്നു. പക്ഷെ ഗ്രാസിയയുടെ കാര്യത്തിൽ പോയി സർജറി ചെയ്യൂ, എന്റെ പ്രാർത്ഥന കൂടെയുണ്ടാകുമെന്നും. നല്ലൊരു പോയിന്റാണ്. ഈ രണ്ട് സമീപനങ്ങളെയും എങ്ങനെയാണ് ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുക? അതാണ് ഇവിടെയാണ് ഈ കഥകളുടെ ഘടന നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നു. ജെമ്മയുടെ കേസിൽ ശാസ്ത്രത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് അത്ഭുതം ശാസ്ത്രത്തെ പൂർണ്ണമായും മാറ്റി നിർത്തി. എന്നാൽ ഗ്രാസിയയുടെ കേസിൽ ഒരു ശസ്ത്രക്രിയ എന്ന സാധ്യതയുണ്ടായിരുന്നു. ശരി. പ്രാർത്ഥന സർജന്റെ കൈകൾക്കൊരു ദിവ്യമായ മാർഗനിർദ്ദേശം നൽകി എന്ന രീതിയിലാണ് അത് അവതരിപ്പിക്കുന്നത്. അതായത് വിശ്വാസം ചിലപ്പോൾ ശാസ്ത്രത്തെ തള്ളിക്കളയുന്നു, മറ്റു ചിലപ്പോൾ അതിനെ കൂട്ടുപിടിക്കുന്നു. അതെ, ഏതാണോ ആ കഥയ്ക്ക് ഏറ്റവും യോജിച്ചത് ആ രീതി സ്വീകരിക്കുന്നു. ശരിയാണ്. അപ്പോൾ ശാസ്ത്രം ചിത്രത്തിലുള്ളപ്പോൾ കാര്യങ്ങൾ അങ്ങനെയാണ്. എന്നാൽ പാദ്രെ പിയോയുടെ സാന്നിധ്യം പോലും ഇല്ലാതെ ദൂരെ ഇരുന്ന് രോഗം ഭേദമാകുന്നതിനെക്കുറിച്ചും ഇതിൽ പറയുന്നുണ്ടല്ലോ. ഉണ്ട്. അവിടെ കാര്യങ്ങൾ ഇതിലും സങ്കീർണമാണ്. മരിയ കോസി ഗ്യുളിയാനോടെ അനുഭവം തന്നെ എടുക്കാം. നാവിലെ ക്യാൻസർ. ഓപ്പറേഷന് തയ്യാറെടുക്കുകയായിരുന്നു അവർ. ഓപ്പറേഷന് തൊട്ടുമുമ്പ് പാദ്രെ പിയോയുടെ ഒരു ചിത്രം കണ്ട് അവർ പ്രാർത്ഥിച്ചു. വെറുമൊരു ചിത്രം? അതെ. ഓപ്പറേഷന് മുന്നോടിയായിട്ടുള്ള പരിശോധനയുടെ ഭാഗമായി കുറച്ച് പല്ലുകൾ എടുക്കാൻ അവരൊരു ഡെന്റിസ്റ്റിന്റെ അടുത്തെത്തി. അവിടെ വെച്ച് ആ ഡോക്ടർ പരിശോധിച്ചപ്പോൾ നാവിലെ രോഗം പൂർണ്ണമായും മാറിയിരിക്കുന്നു. ആശുപത്രിയിലെ മറ്റു ഡോക്ടർമാരും ഇത് സ്ഥിരീകരിച്ചു. എന്നിട്ട് ഓപ്പറേഷൻ വേണ്ടെന്നു വെച്ചോ? ഓപ്പറേഷൻ റദ്ദാക്കി അവരെ ഡിസ്ചാർജ് ചെയ്തു. എനിക്കിവിടെ മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ഒരാളുടെ രോഗം മാറാൻ ഒരു ചിത്രമോ ഒരു തുണിക്കഷ്ണമോ മതിയെങ്കിൽ
പിന്നെ പാദ്രെ പിയോ എന്ന വ്യക്തിയുടെ ആവശ്യം എന്താണ്? നല്ല ചോദ്യം. ഈ വസ്തുക്കൾക്ക് സ്വന്തമായി ഒരു ശക്തി ഉണ്ടെന്നാണോ ഇവർ പറയുന്നത്? ഇത് വിശുദ്ധന്മാരെക്കുറിച്ചുള്ള കഥകളിൽ, അതായത് ഹേജിയോഗ്രഫിയിൽ സ്ഥിരമായി കാണുന്നൊരു ഘടകമാണ്. ഓഹോ. ഇവിടെ ഊന്നൽ ആ വസ്തുവിനല്ല, മറിച്ച് ആ വസ്തുവിനെ കാണുന്ന വിശ്വാസത്തിനാണ്. ഒരു തരത്തിൽ അത്ഭുതത്തിന്റെ തെളിയിക്കാനുള്ള ഭാരം അത് വിശുദ്ധനിൽ നിന്ന് വിശ്വാസിയിലേക്ക് മാറ്റുകയാണ് ഈ കഥകൾ ചെയ്യുന്നത്. അത് ശരിയാണല്ലോ. അതൊരു ശക്തമായ സ്റ്റോറി ടെല്ലിംഗ് ടൂളാണ്. കാരണം അത്ഭുതം എന്നത് പുറത്തുനിന്നൊരാൾ നടത്തുന്ന പ്രവൃത്തിയല്ല, മറിച്ച് വിശ്വാസിയുടെ പങ്കാളിത്തത്തോടെ സംഭവിക്കുന്ന ഒന്നായി മാറുന്നു. മരിയ പിനീസിയുടെ കഥയിലും ഇതുതന്നെയാണല്ലേ? ക്ഷയരോഗം ബാധിച്ചു മരിക്കാറായ അവരെ പാദ്രെ പിയോ വഴിയിൽ വെച്ച് കണ്ടിട്ട് നീ സുഖപ്പെട്ടു എന്ന് പറയുന്നു. രോഗം മാറുന്നു. അതെ. പിന്നെ വീണ്ടും രോഗം വന്നപ്പോൾ പാദ്രെ പിയോയുടെ രക്തം പുരണ്ട ഒരു തുണി കൊണ്ട് തൊട്ടപ്പോൾ വീണ്ടും സുഖം പ്രാപിച്ചു എന്നും പറയുന്നു. അതെ, ആ തുണിക്കഷ്ണം ഒരു മാധ്യമമായി പ്രവർത്തിക്കുന്നു. പാദ്രെ പിയോയുടെ സാന്നിധ്യത്തെയും ശക്തിയെയും ആ വസ്തുവിലേക്ക് ആവാഹിക്കുകയാണ്. വിശ്വാസിയുടെ മനസ്സിൽ ആ വസ്തുവും പാദ്രെ പിയോയും ഒന്നായി മാറുന്നു. ശരി, ഇനി നമ്മൾ കടക്കുന്നത് ഏറ്റവും അസാധാരണമായ ഭൗതികശാസ്ത്ര നിയമങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു വിഭാഗത്തിലേക്കാണ്. ബൈലോക്കേഷൻ. അതെ, ഒരേ സമയം പലയിടത്തു പ്രത്യക്ഷപ്പെടൽ, പിന്നെ ദർശനങ്ങളിലൂടെയുള്ള അത്ഭുതങ്ങൾ. ഇതിലെ ആഫ്രിക്കൻ യുദ്ധരംഗത്തെ പട്ടാളക്കാരന്റെ കഥ കേൾക്കുമ്പോൾ ശരിക്കും ഒരു സിനിമ കാണുന്ന പോലെയുണ്ട്. തീർച്ചയായും. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ആഫ്രിക്കയിൽ യുദ്ധം ചെയ്യുകയായിരുന്ന ഒരു ഇറ്റാലിയൻ പട്ടാളക്കാരൻ കനത്ത ഷെല്ലാക്രമണത്തിനിടെ ഒരു പാറയുടെ പിന്നിൽ ഒളിച്ചിരിക്കുകയാണ്. അതെ, ജീവനും കൊണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് ഒരു സന്യാസി എവിടെ നിന്നോ വന്ന് അയാളുടെ തോളിൽ പിടിച്ച് അവിടെ നിന്ന് മാറാൻ നിർബന്ധിക്കുന്നത്. അയാൾക്ക് ദേഷ്യം വന്നു കാണും. ഈ സമയത്ത് എങ്ങോട്ട് മാറാനാണ്? പക്ഷേ ആ സന്യാസി വിടുന്നില്ല. അയാളെ നിർബന്ധിച്ച് അവിടെ നിന്നും പിടിച്ചു മാറ്റി. അയാൾ മാറിയ അടുത്ത നിമിഷം ഒരു ബോംബ് കൃത്യം ആ പാറയിൽ വന്ന് പതിച്ച് അവിടം തകർന്ന് തരിപ്പണമായി. അപ്പൊ തിരിഞ്ഞു നോക്കിയപ്പോഴോ ആ സന്യാസിയെ കാണാനുമില്ല. ദിവസങ്ങൾക്ക് ശേഷം നാട്ടിൽ നിന്ന് വന്ന ഒരു കത്തിൽ ഒരു സുഹൃത്ത് പാദ്രെ പിയോയുടെ ചിത്രം വെച്ചിരുന്നു. ആ ചിത്രം കണ്ട പട്ടാളക്കാരൻ ഞെട്ടിപ്പോയി. അതിനെ മരണത്തിൽ നിന്ന് രക്ഷിച്ച അതേ മുഖം. അതിനു മുൻപ് അയാൾ പാദ്രെ പിയോയെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. ഇത് മറ്റുള്ളവയിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണല്ലോ. ഇവിടെ രോഗശാന്തിയല്ല, നേരിട്ടുള്ള ജീവൻ രക്ഷാപ്രവർത്തനമാണ്. പാദ്രെ പിയോ ഇറ്റലിയിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ആഫ്രിക്കയിലെ ഒരു യുദ്ധഭൂമിയിലെത്തുന്നത്? ഇവിടെയാണ് ഈ വിവരണങ്ങൾ യുക്തിയുടെ എല്ലാ അതിരുകളും ലംഘിക്കുന്നത്. ദൂരം, സമയം, ഭൗതികമായ ശരീരം എന്നതിനൊന്നും ഇവിടെ സ്ഥാനമില്ല. ഓക്കെ. ഇത് വിശ്വാസത്തിന്റെ തലത്തിൽ മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നായി അവതരിപ്പിക്കപ്പെടുന്നു. ഒരുപക്ഷേ ഈ ഗണത്തിലെ ഏറ്റവും നാടകീയമായ കഥ ഇതായിരിക്കും. ഇതേപോലെയുള്ള മറ്റൊരു അനുഭവമാണ് കൗണ്ടസ് ബയോച്ചിയുടേത്. ഒരു ഡോക്ടർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു രോഗം. അതെ. ഒരു ദിവസം റോമിലെ തെരുവിലൂടെ നടക്കുമ്പോൾ എവിടെ നിന്നോ ഒരു ശബ്ദം കേൾക്കുന്നു, ഡോക്ടർ ഫെസ്റ്റയുടെ അടുത്തേക്ക് പോകൂ. പല തവണ ഇത് ആവർത്തിച്ചു കേട്ടു. ശരി, ഡോക്ടർ ഫെസ്റ്റയ്ക്കും രോഗമെന്താണെന്ന് മനസ്സിലായില്ല. പക്ഷെ അദ്ദേഹം ഒരു നിർദ്ദേശം വെച്ചു: നിങ്ങൾ പാദ്രെ പിയോയെ പോയി കാണണം. അങ്ങനെ അവരും ഭർത്താവും കൂടി യാത്ര തിരിച്ചു. പക്ഷെ അവിടെ എത്തി ഹോട്ടൽ മുറിയിൽ വിശ്രമിക്കുമ്പോൾ കൗണ്ടസിന് സഹിക്കാൻ പറ്റാത്ത വേദന തുടങ്ങി. ഭർത്താവ് പേടിച്ച് പാദ്രെ പിയോയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അദ്ദേഹം ആകെ പറഞ്ഞത് വിഷമിക്കേണ്ട, തിരിച്ചുപോയി പ്രാർത്ഥിക്കൂ എന്ന് മാത്രമാണ്. എന്നിട്ട് നിരാശനായ ഭർത്താവ് തിരികെ മുറിയിലെത്തിയപ്പോൾ കാണുന്നത് ഒരു അത്ഭുതമായിരുന്നു. ഭാര്യയ്ക്ക് ഒരു കുഴപ്പവുമില്ലാതെ പൂർണ്ണ ആരോഗ്യവതിയായി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കഥകളിലെല്ലാം ഒരു പൊതുവായ ഘടന കാണാം: ഒരു പരിഹരിക്കാനാവാത്ത പ്രതിസന്ധി, എന്നിട്ട് അപ്രതീക്ഷിതമായ ഒരു ഇടപെടൽ. അതൊരു ശബ്ദമോ ദർശനമോ അല്ലെങ്കിൽ നേരിട്ടുള്ള പ്രത്യക്ഷപ്പെടലോ ആകാം. തുടർന്ന് വിശദീകരിക്കാനാവാത്തൊരു പരിഹാരം. ഈ വിഭാഗത്തിലെ അവസാനത്തെ കഥ ലൂയിസ കർണവെല്ലിയുടേത്. കുറച്ചുകൂടി നേരിട്ടുള്ള അനുഭവമാണ്, അല്ലേ? അതെ. ഒരു ബാധ കാരണം ആശുപത്രിയിൽ മരണത്തോട് മല്ലെടുക്കുകയാണവർ. ബോധം പാതി മറഞ്ഞ അവസ്ഥയിൽ. അതെ. അങ്ങനെ കിടക്കുമ്പോൾ ആരോ തണുത്ത വെള്ളം മുഖത്ത് കോരിയൊഴിക്കുന്നതായി അവർക്ക് തോന്നി. കണ്ണു തുറന്നപ്പോൾ അവർ കണ്ടത് കട്ടിലിനരികെ കൈകൾ കെട്ടിനിൽക്കുന്ന പാദ്രെ പിയോയെ. അവർ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ്, ആരാണെന്റെ മുഖത്ത് വെള്ളമൊഴിച്ചത് എന്ന് അരികിലിരുന്ന അച്ഛനോട് ചോദിച്ചു. അച്ഛൻ കരുതിയത് അവർക്ക് പനി കാരണം എന്തോ തോന്നുന്നതാണെന്നാണ്. പക്ഷെ ലൂയിസ തന്റെ നെറ്റിയിൽ കൈവച്ച് നനഞ്ഞ വിരലുകൾ കാണിച്ചു കൊടുത്തു. പിറ്റേന്ന് രാവിലെ ഡോക്ടർ വന്ന് പരിശോധിച്ചപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. അണുബാധയുടെ ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. ശരീരം പൂർണ്ണമായും നോർമലായിരുന്നു. ഈ സംഭവങ്ങളെല്ലാം ഒരുമിച്ച് വെച്ചു നോക്കുമ്പോൾ ഇവ പല തട്ടുകളിലുള്ള അത്ഭുതങ്ങളായാണ് അവതരിപ്പിക്കുന്നത്. അതെ. സ്പർശനത്തിലൂടെയുള്ള രോഗശാന്തിയിൽ നിന്ന് തുടങ്ങി
ശസ്ത്രക്രിയയെ സഹായിക്കുന്നതിലൂടെ കടന്നുപോയി. വിദൂരത്തുള്ള രോഗശാന്തിയും അവസാനം സ്ഥലകാലങ്ങളെ തന്നെ മറികടക്കുന്ന പ്രത്യക്ഷപ്പെടലുകളിലും എത്തുന്നു. ഓരോ ഘട്ടം കഴിയുന്തോറും അത്ഭുതത്തിന്റെ തീവ്രത കൂടി വരുന്നതായി കാണാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിശോധിച്ച ഈ രേഖകളെല്ലാം ചേർത്ത് വെക്കുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത്? പലതരം അത്ഭുത കഥകൾ നമ്മൾ കണ്ടു. നേരിട്ടുള്ള ഇടപെടൽ, ദൂരെ നിന്നുള്ള പ്രാർത്ഥന, അവിശ്വസനീയമായ പ്രത്യക്ഷപ്പെടലുകൾ എന്നിങ്ങനെ. ഇവയെല്ലാം വ്യക്തിപരമായ അനുഭവങ്ങളെയും സാക്ഷിമൊഴികളെയും ചിലയിടങ്ങളിൽ ഡോക്ടർമാരുടെ വിശദീകരിക്കാനാവാത്ത റിപ്പോർട്ടുകളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. ശാസ്ത്രീയമായ തെളിവുകളുടെ ലോകത്ത് ജീവിക്കുന്ന നമുക്ക് ഇത് പലപ്പോഴും ഒരു വെല്ലുവിളിയാണ്. അതെ. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മൾ പരിശോധിച്ച ഈ രേഖകളിൽ തന്നെ പറയുന്നുണ്ട്. ഇവിടെ വിവരിക്കുന്ന ഒരു രോഗശാന്തിയെക്കുറിച്ചും സഭ ഔദ്യോഗികമായി ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ല. അതെ, ഇവയെല്ലാം ആളുകളുടെ അനുഭവങ്ങളും റിപ്പോർട്ടുകളുമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് ഈ ചർച്ചയുടെ കാതലായ ഒരു കാര്യമാണ്. കാരണം ഇത് നമ്മളെ വീണ്ടും ആ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കൊണ്ടുവരുന്നു. എന്താണ് തെളിവ്? അതെ, ഒരാളുടെ ആത്മാർത്ഥമായ അനുഭവം ഒരു തെളിവാണോ? ഒരു ഡോക്ടർക്ക് വിശദീകരിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് ഒരു തെളിവാണോ? 100 പേർ ഒരുമിച്ച് പറയുന്നൊരു കഥ തെളിവാണോ? ഈ രേഖകൾ അത്തരം തെളിവുകളാണ് നമുക്ക് മുന്നിൽ വെക്കുന്നത്. തീർച്ചയായും. അപ്പോൾ നിങ്ങൾക്കിനി ചിന്തിക്കാൻ ഒരു ചോദ്യം തരാം. ഓക്കെ. ശാസ്ത്രീയമായി വിശദീകരിക്കാൻ കഴിയാത്തൊരനുഭവം ഒരു വ്യക്തിക്കുണ്ടാകുമ്പോൾ അതിനെ ഒരു യാഥാർത്ഥ്യമായി അംഗീകരിക്കുന്നതിനുള്ള മാനദണ്ഡം എന്തായിരിക്കണം? അത് അനുഭവിച്ച വ്യക്തിയുടെ ഉറച്ച ബോധ്യമാണോ പ്രധാനം, അതോ നമുക്ക് പുറത്തുനിന്ന് ലഭിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരണമാണോ? ഇത് വിശ്വാസത്തെയും അറിവിനെയും കുറിച്ചുള്ള വലിയൊരു ചോദ്യമാണ്.